ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ ഹീന യഖ്ലു ബിനഫ്സിഹി ഗൈറു ഖാലി കൈഫ യഖ്ലു വഇൻദഹു കാതിബാഹു ഷാഹിദാഹു വറബ്ബുഹു ദുൽ ജലാലി. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വിജയം. ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ഇസ്ലാം എന്താണ് നബിയെ, ഈമാൻ എന്താണ് നബിയെ? പിന്നെ ചോദിച്ച ചോദ്യമാണ് വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇഹ്സാൻ? ഇസ്ലാം കാര്യം പഠിച്ചു, ഈമാൻ കാര്യം പഠിച്ചു, അതനുസരിച്ച് ജീവിച്ചു. ഇനി അടുത്തൊരു സ്റ്റേജാണ് ഇഹ്സാൻ, മുഹ്സിനീങ്ങളാവുക. മുസ്ലിം, മുഅ്മിൻ, അത് കഴിഞ്ഞാൽ പിന്നെ മുഹ്സിൻ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും എത്തണ്ടേ? അപ്പോഴല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. പുണ്യനബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് സ്വഹാബികളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി വന്നു നിന്ന് ഹബീബായ നബി തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നബി തങ്ങളോട് അവർ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയാണ്. 80 ദിവസമേ പിന്നെ നബിയുടെ വഫാത്തിന് എടുത്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിച്ചു, നബിയെ ഇസ്ലാം എന്താണ്? 5 ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ്, എന്തല്ല, അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലാണെന്നാണോ ഇസ്ലാം കാര്യം ഒന്നാമത്തേത്? അല്ല. പറഞ്ഞാൽ മതിയോ? പോരാ. എന്താ ചെയ്യേണ്ടത്? അൻ തശ്ഹദ, സാക്ഷിയാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? എന്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ അതിന് സാക്ഷി എന്ന് പറയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, സാക്ഷി പറയാൻ പാടുണ്ടോ? ഇല്ല. അത് പറയുന്നതിന് ഞാൻ സാക്ഷിയാണ്, ആ കാര്യം നടന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ബി ദേർ ഫിസിക്കലി. അല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു ഏകനാണ്, അല്ലാഹു ആണ് ആരാധനക്കർഹനെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിനെ സാക്ഷി പറയലാണ്. അല്ലാഹുവേ, ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടതിന് തുല്യമാണ്. നീ കണ്ണുകൾക്ക് വിഷയീഭവിക്കുന്നവനല്ല റബ്ബേ, പക്ഷേ കണ്ണുകൾ നൽകിയത് നീയാണ്. അല്ലെങ്കിൽ പിന്നെ ആരാ തന്നെന്ന് പറയും? ആരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതെന്ന് പറയും? ബൈ ചാൻസ് നടക്കുവോ? ഒരു റീസണുമില്ലാതെ ഒരു കാര്യം ഒരു ഇഫക്റ്റ് ഉണ്ടാവും. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സയൻസാണ്. യുക്തിവാദികൾ പലപ്പോഴും ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പലതും സയന്റിഫിക് അല്ല. എന്തേ? സയൻസ് പറയുന്നത് there should be a reason for an effect. ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ റീസൺ വേണം. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടാവ് വേണം. അത് വേണ്ടെന്നാ പറയാം. ബൈ ചാൻസ്, ചാൻസ് എങ്ങനെ പറയാം? ചാൻസ് കൊണ്ടൊരു സൃഷ്ടിപ്പ് ഉണ്ടാവുമോ? ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെറുതെ ഒരിക്കലും പറ്റില്ല. ഒരാളുണ്ടാക്കിയേ പറ്റൂ. ആ റബ്ബ് റബ്ബേ നീയാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. എന്റെ ഹബീബാണ് എന്നെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനതിന് സാക്ഷിയാണ് റബ്ബേ. എന്റെ ഹബീബ് റസൂലാണ്, അത് നീയാണ് റബ്ബേ നിന്റെ പരിശുദ്ധ കലാമിൽ പഠിപ്പിച്ചത്. ഹബീബിന്റെ ജീവിതം, അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ സ്വഹാബിമാരുടെ സാക്ഷ്യപ്പെടുത്തൽ, ചരിത്രം, അതിന്റെ സാക്ഷ്യമാണ്. ഞാനതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ, എന്റെ ഹബീബ് നിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ-ഇഹ്സാനു അൻ തഅബുദല്ലാഹ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാ, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ എന്റെ റബ്ബന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാന്ന്, അങ്ങനെ സ്വതക്ക, അങ്ങനെ നോമ്പെടുക്കുക, അങ്ങനെ ഖുർആൻ ഓതുക. ഖുർആൻ ആരുടെ വചനമാണ്? അല്ലാഹുവിന്റെ വചനമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ എന്റെ റബ്ബിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, എന്റെ റബ്ബിന്റെ കലാമാണ് ഞാൻ കേൾക്കുന്നത്. എന്റെ റബ്ബന്റെ മുമ്പിൽ നിൽക്കുകയാണ്, റബ്ബിനെ കാണുന്ന പോലെ. വഇല്ലം തകുൻ തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സ്വദഖത, അങ്ങയുടെ മറുപടി സത്യമാണ് നബിയേ. 2 ചോദ്യം കൂടെ ചോദിച്ച് ജിബ്രീൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ ഉമർ തങ്ങളോട് ചോദിച്ചു, നബി തങ്ങൾ, ഉമറേ, ആ സായിൽ ചോദിക്കാൻ വന്ന ആള് പുറത്തുണ്ടോ എന്ന് ചെന്ന് നോക്കുമ്പോ കാണാനില്ല.
വീണ്ടും മുറ്റത്തേക്ക് കാണുന്നില്ല. പള്ളിന്റെ ബൗണ്ടറിക്ക് പുറത്ത് നോക്കി, അവിടെയും കാണുന്നില്ല. യാ റസൂലല്ലാഹി ലം അറ, കാണുന്നില്ല നബിയെ, കാണുന്നില്ല. പറഞ്ഞു, ഉമറേ അത് ആരാണെന്നറിയുമോ? അത് മനുഷ്യനല്ല, ഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വന്ന മാലാഖയാണത്, ജിബ്രീൽ അലൈഹിസ്സലാമാണത്. ഇഹ്സാനിലേക്ക് ഉയരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.